കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന ബംഗ്ലാദേശ് സ്വദേശികളെ പിടികൂടുന്നതിൽ സംസ്ഥാനം പൂർണ്ണ പരാജയം. ഇവരിൽ പലരും ഭീകര സംഘടനകളുമായി ഉൾപ്പെടെ ബന്ധമുള്ളവരാണ്. എറണാകുളം ജില്ലയിൽ പറവൂരിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങളിൽ പങ്കുള്ള ബംഗ്ലാദേശികൾ പിടിയിലായിട്ടും കാര്യമായ പരിശോധനകളോ അന്വേഷണമോ നടത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ പലർക്കും ലഹരിക്കടത്തിലും കള്ളപ്പണ ഇടപാടുകളിലും ബന്ധമുണ്ട്. പെരുമ്പാവൂരിൽ തമ്പടിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മറവിലാണ് ഇവരുടെ സുഖതാമസം. എണ്ണം വർദ്ധിക്കുന്നുവെന്ന മുന്നറിയിപ്പുകൾക്കിടയിലും സംസ്ഥാന പോലീസ് നിസ്സംഗത പാലിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നറിയിപ്പുകൾ പോലും സംസ്ഥാനം മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും ബംഗാളികൾ എന്ന പേരിൽ ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ താമസത്തിനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന ബംഗ്ലാദേശ് നുഴഞ്ഞ കയറ്റക്കാരെ പിടികൂടുന്നതിൽ സംസ്ഥാനം പൂർണ്ണ പരാജയം എന്നാണിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഇടപെടലൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പലയിടങ്ങളിൽ നിന്നും ബംഗ്ലാദേശികളെ കേരള പോലീസ് പൊക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഇവരിലേക്ക് കടന്നു ചെല്ലാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല. എന്താണ് വിശദാംശങ്ങൾ ജിജീഷ്? ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിരവധി തവണ ഇത് ഏതാണ്ട് 40ഓളം ബംഗ്ലാദേശികളാണ് ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പിടിയിലായത്. അതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരിൽ പലരും ക്രിമിനൽ പശ്ചാത്തലം ഏറെയുള്ള ആളുകളുമാണ്. പ്രത്യേകിച്ച് ലഹരി ഇടപാടുകളുണ്ട്, കള്ളനോട്ട് ഇടപാടുകളുണ്ട്, മറ്റു ക്രിമിനൽ പശ്ചാത്തലങ്ങളുമായി അവിടെ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി അനധികൃതമായി ഇവിടെ എത്തിയ ആളുകളുമുണ്ട്. എന്നാൽ സംസ്ഥാന ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ ആളുകളെ കണ്ടെത്തി പിടികൂടുന്നത് വലിയ തോതിലുള്ള പരാജയമാണ്. പലപ്പോഴും പോലീസിന് ഇവർ എവിടെയെല്ലാം താമസിക്കുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പോലും അവിടെ പരിശോധനകൾ നടക്കുന്നില്ല. തിരിച്ച് മറ്റ് പിന്നീടുള്ള നിയമ നടപടികളും അതിന്റെ നൂലാമാലകളും തങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ കള്ളനോട്ടുമായി പെരുമ്പാവൂരിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശി അലൈപൂർ സ്വദേശി സലിം മണ്ഡൽ, ഇയാൾ അനധികൃതമായി 18 വർഷമായി താമസിക്കുന്നു എന്ന വിവരം ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ ഇതുപോലെ ഇയാളെ പോലെ സലീം മണ്ഡലിനെ പോലെ എത്രയോ ആളുകൾ വിവിധ ഭാഗങ്ങളിൽ പെരുമ്പാവൂരിന്റെ പല മേഖലകളിലായി താമസിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കൂടി ഏർപ്പെടുന്നു എന്ന് വ്യക്തമാകുമ്പോഴാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ മനസ്സിലാകുന്നത്. കാരണം കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സലിം മണ്ഡൽ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് അവിടെ ഇന്ത്യൻ നോട്ടുകൾ അടിച്ചിറക്കുന്നു. അതിനുശേഷം അത് ഇയാൾ ഇവിടേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിന് ഉപയോഗപ്പെടുത്തിയ പാസ്പോർട്ട് ആണെങ്കിൽ അതടക്കം വ്യാജമാണ്. തിരിച്ചറിയൽ കാർഡ്, മറ്റ് ആധാർ കാർഡ്, പാസ്പോർട്ട്, ലൈസൻസ് എല്ലാം തന്നെ പൂർണ്ണമായും വ്യാജമായി തന്നെ തയ്യാറാക്കിയതായിരുന്നു. അത് ഉപയോഗിച്ചാണ് അവിടെ നിന്ന് കള്ളനോട്ട് ബംഗ്ലാദേശിൽ അടിച്ചിറക്കിയ ശേഷം ഇവിടെ വന്ന് വിതരണം ചെയ്യുന്നു. പലപ്പോഴും മൊബൈൽ ഫോണുകൾ അടക്കം വാങ്ങുന്നതിന് ഈ ഒരു പണമായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല മൊബൈൽ മോഷണം അടക്കം ഇയാൾ നടത്തിയതായും വ്യക്തമായിട്ടുണ്ട്. നേരത്തെ പിടിയിലായ ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലവും അന്വേഷണ സംഘത്തിന് മനസ്സിലായിരുന്നു. വർഷങ്ങളായി താമസിക്കുന്ന ആളുകളാണ് ഇതിൽ പലരും എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്റലിജൻസ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് ഏറ്റവും അധികം വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പേർ തുടക്കത്തിൽ പിടിയിലായപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് ഏതാനും പരിശോധനകൾ നടത്തി എന്നതിൽ കവിഞ്ഞ് വീണ്ടും പരിശോധനകൾ പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കുകയാണ്. ബംഗ്ലാദേശികളെ കണ്ടെത്താനുള്ള പരിശോധനകൾ അന്വേഷണ സംഘങ്ങൾ പോലീസ് പൂർണ്ണമായും തന്നെ നിർത്തിയിരിക്കുന്നു. ഇതോടുകൂടി നേരത്തെ ഉൾവലിഞ്ഞ ബംഗ്ലാദേശികൾ കൂടി പല ഭാഗങ്ങളിലേക്ക് ഉൾവലിഞ്ഞ ബംഗ്ലാദേശി സംഘങ്ങൾ വീണ്ടും ഈ മേഖലകളിലേക്ക് പെരുമ്പാവൂരിന്റെയും ആലുവയുടെയും അടക്കമുള്ള മേഖലകളിൽ തൃപ്പൂണിത്തുറയുടെ ചില ഭാഗങ്ങളിൽ അടക്കം ഇത്തരം ആളുകൾ തങ്ങുന്നുണ്ട്. ജിജീഷ്, മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ സലഫി പ്രസ്ഥാനമായ വിസ്ഡം മൂവ്മെന്റ് ഇവരെ കൃത്യമായി ഏകോപിപ്പിക്കുന്നു. ഇവരെ അവർ ഒന്നിച്ച് ഇരുത്തി അവർക്ക് ക്ലാസ് കൊടുക്കുന്നു, അവരുടെ യോഗം വിളിക്കുന്നു. ഇതൊക്കെ വളരെ പരസ്യമായിട്ടാണ് നടത്തുന്നത്. എന്നിട്ട് പോലും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. പോലീസ് അത്തരം യോഗങ്ങൾ നടത്തിയവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കാരണം ആ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നത് ബംഗ്ലാദേശികൾ ആണ് എന്ന വിവരവും കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ജിജീഷ് പറഞ്ഞതുപോലെ സംസ്ഥാന പോലീസ് അക്ഷരാർത്ഥത്തിൽ മൗനം പാലിക്കുകയാണ്. ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്ന അതിനപ്പുറത്തേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല. ആരെ സംരക്ഷിക്കാനാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
ഇവിടെ കൃത്യമായി തന്നെ മത മൗലികവാദികളെയും മതഭീകര ആശയങ്ങളുള്ള നിരവധി സംഘടനകളെയും എല്ലാം തന്നെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് സർക്കാർ ഒപ്പം തന്നെ സർക്കാരിന് കീഴിൽ പോലീസും ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം തന്നെ മാറിയിരിക്കുന്നത്. പലപ്പോഴും രാജ്യവിരുദ്ധ ശക്തികൾ അവരുടെ രഹസ്യ യോഗങ്ങളിലേക്ക് അടക്കം ഈ ബംഗ്ലാദേശികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ആ യോഗങ്ങളിലെല്ലാം തന്നെ അവർ പങ്കാളികളാകുന്നു എന്നതിന്റെ നിരവധി വിവരങ്ങൾ വിവിധ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പല ഘട്ടങ്ങളിലായി IB റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ളതുമാണ്. മാത്രമല്ല, ഈ വരുന്ന ആളുകളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ക്രിമിനൽ പശ്ചാത്തലമാണ് എങ്കിൽ മറ്റൊന്ന് ഭീകരവാദ ബന്ധങ്ങൾ കൂടി സംശയിക്കത്തക്ക നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി എത്തിയിട്ടുണ്ട്. ഇവരിൽ പലരും കടൽ മാർഗമടക്കം ഇത്തരത്തിൽ എത്തുന്നുണ്ട്. ഈ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ബംഗാളിൽ ആദ്യം എത്തുന്നു. ബംഗാളിൽ എത്തി അവിടെ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ച ശേഷം പിന്നീട് കേരളം ഒരു സുരക്ഷിത താവളമായി മനസ്സിലാക്കി ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാരാണ് ഇത്തരം യോഗങ്ങളിലേക്ക് ഇവരെ എത്തിക്കുന്നത്. കാരണം ഈ ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പിന്നിൽ ചില സംഘടനകളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. അത്തരം ആളുകൾ ഈ ബംഗ്ലാദേശികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്കിവിടെ ഒളിയിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും സുരക്ഷിത കേന്ദ്രങ്ങൾ ഒരുക്കി കൊടുക്കുകയും എല്ലാമാണ് ചെയ്യുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് അവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡ്, വ്യാജ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളെല്ലാം നൽകുന്നതിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. അത് സംഘടിപ്പിച്ച് നൽകുന്നു. അതിന്റെ പേരിൽ കമ്മീഷൻ അല്ലെങ്കിൽ ഇടനില നിന്നതിന്റെ പണം കൈപ്പറ്റുക മാത്രമല്ല, ഈ രാജ്യവിരുദ്ധ ഗ്രൂപ്പുകളിലേക്ക് അവരെ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ പോലും ഈ ഏജന്റുമാർ ഈ പലരും നടത്തുകയും ചെയ്യുന്നു എന്നാണ് വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി കേരളത്തിലെ ഈ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം മാറിയിരിക്കുന്നു. അതിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പോലീസിന്റെ നിഷ്ക്രിയത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. എത്ര ആളുകൾ ബംഗ്ലാദേശികൾ ഉണ്ട് എന്നതിന്റെ ഏകദേശ കണക്കുകൾ പോലും പുറത്തുവിടാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലുതെന്ന് വെച്ചാൽ 3 മാസത്തിനുള്ളിൽ ജിജീഷ്, നേരത്തെ പെരുമ്പാവൂർ മാത്രമായിരുന്നു ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. പക്ഷേ മുക്കിലും മൂലയിലും ഒക്കെ ഇപ്പോൾ പെരുമ്പാവൂരുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എന്ന് കരുതാനാവില്ല. പക്ഷേ എങ്കിലും പോലീസ് അന്വേഷണം ഈ ചില മേഖലകളിൽ മാത്രമായി ഒതുക്കുകയല്ലേ? കൂടുതൽ മേഖലകളിലേക്ക് എന്തുകൊണ്ട് കടന്നു ചെല്ലുന്നില്ല? പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ റൂറൽ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് എറണാകുളം ജില്ല എടുക്കുമ്പോൾ തന്നെ അവിടുത്തെ റൂറൽ മേഖലകൾ, അത് പെരുമ്പാവൂരാണെങ്കിലും ആലുവയാണെങ്കിലും എല്ലാം തന്നെ മൂവാറ്റുപുഴയാണെങ്കിലും അത്തരം റൂറൽ മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. കാരണം ഈ ബംഗ്ലാദേശികളെല്ലാം പമ്പടിക്കുന്നതും സംഘടിച്ചിരിക്കുന്നതും ഇവിടെയാണ് എന്ന ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഇവിടെ പരിശോധനകൾ നടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി, അങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ നേരത്തെ ഒരു കുടുംബമായി തന്നെ താമസിച്ചു വന്നിരുന്ന ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. അത് ഈ ഒരു തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ, നഗരഭാഗങ്ങളിൽ പോലും ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ തമ്പടിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനം തന്നെയാണ്. അവിടെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒന്നും തന്നെ പരിശോധനകൾ വ്യാപിപ്പിക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ റൂറൽ മേഖലകളിൽ പോലും ചില സമയങ്ങളിൽ നടത്തുന്ന പരിശോധനകൾക്കപ്പുറം കൂടുതൽ വിശദമായ പരിശോധനകളിലേക്ക്, റെയ്ഡുകളിലേക്കോ അന്വേഷണ സംഘം കടക്കാറില്ല. സ്വാഭാവികമായും വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ ബംഗാളികൾ എന്ന വ്യാജേനയും ആണ് ഈ ബംഗ്ലാദേശികൾ തങ്ങുന്നത്. ചിലർ ഒറീസക്കാരെന്നും ബംഗാളികളെന്നും എല്ലാമാണ് പുറമെ മറ്റു ആളുകളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ പല വിവിധ ഭാഷാ തൊഴിലാളികൾക്കും തങ്ങൾക്കൊപ്പമുള്ളത് ബംഗ്ലാദേശികളാണ്, ബംഗാളികളല്ല എന്ന കാര്യം കൃത്യമായി അറിയുകയും ചെയ്യാം. എന്നാൽ ഇവരെ ഭയന്നിട്ടും ഒപ്പം തന്നെ അവർക്ക് പിന്നിലുള്ള മതഭീകര ശക്തികളെ ഭയന്നിട്ടും എല്ലാമാണ് ഈ കാര്യങ്ങൾ പുറമെ പറയാൻ അവർ ധൈര്യപ്പെടാത്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിരവധി മുമ്പ് നമ്മോട് സംസാരിച്ച നിരവധി ആളുകൾ അടക്കം നേരിട്ട് ബംഗ്ലാദേശികളാണ് തങ്ങളെന്ന് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊഴിലാളികൾ എന്ന വ്യാജേന എത്തുന്ന ബംഗ്ലാദേശ് സ്വദേശികളെ പിടികൂടുന്നതിൽ സംസ്ഥാനം പൂർണ്ണ പരാജയം. ഇവരിൽ പലരും ഭീകര സംഘടനകളുമായി ഉൾപ്പെടെ ബന്ധമുള്ളവരാണ്. എറണാകുളം ജില്ലയിൽ പറവൂരിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും ഉൾപ്പെടെ ക്രിമിനൽ കുറ്റങ്ങളിൽ പങ്കുള്ള ബംഗ്ലാദേശികൾ പിടിയിലായിട്ടും കാര്യമായ പരിശോധനകളോ അന്വേഷണമോ നടത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ പലർക്കും ലഹരി കടത്തിലും കള്ളപ്പണ ഇടപാടുകളിലും ബന്ധമുണ്ട്. പെരുമ്പാവൂരിൽ തമ്പടിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മറവിലാണ് ഇവരുടെ സുഖതാമസം. എണ്ണം വർദ്ധിക്കുന്നുവെന്ന മുന്നറിയിപ്പുകൾക്കിടയിലും സംസ്ഥാന പോലീസ് നിസ്സംഗത പാലിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.